കേറ്റിയുടെ കൊലപാതകം കഴിഞ്ഞ് 7 മാസമായി. ഇപ്പോൾ ജേമി ചിൽഡ്രൻസിന്റെ മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിലാണ്. ഒരു ജുവനൈൽ ഹോം എന്നൊക്കെ പറയാം. ജേമിയെ പോലെ കുറ്റം ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇടയ്ക്കിടെ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്ന് കുട്ടികളോടൊക്കെ സംസാരിക്കും, അവരുടെ മാനസിക നിലയൊക്കെ പരിശോധിക്കും. കുട്ടികളുടെ പെരുമാറ്റ രീതിയും കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള അവരുടെ കഴിവുമൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക. പലതവണ പല സൈക്കോളജിസ്റ്റുകൾ വന്ന് കുട്ടികളെ മീറ്റ് ചെയ്ത് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അവരെ പറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജേമിയോട് സംസാരിക്കാൻ വരുന്ന സൈക്കോളജിസ്റ്റാണ് ഈ പുള്ളിക്കാരി ബ്രിയോണി. ഇവരിത് 5ാം തവണയാണ് ജേമിയോട് സംസാരിക്കാൻ വരുന്നത്. റീസെന്റ് ജേമി ഇവിടെ തന്നെയുള്ളൊരു പയ്യനുമായിട്ട് അടിയുണ്ടാക്കിയിരുന്നു. അതും റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷ്വൽസ് ഒക്കെ ഇവിടെ കാണാം. ജേമിയോട് സംസാരിക്കുമ്പോൾ അവനെ പരമാവധി കംഫർട്ടബിൾ ആക്കി അവനിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെട്ട ഹോട്ട് ചോക്ലേറ്റും സാൻഡ്വിച്ചും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരി അവനോട് സംസാരിക്കാൻ ചെല്ലുന്നത്. ഈ സാൻഡ്വിച്ച് ഒക്കെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ, നിങ്ങൾ ഉണ്ടാക്കിയതാ? അതെ ജേമി, നിനക്കിത് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ബട്ട് എനിക്ക് ടൊമാറ്റോസ് ഒക്കെ ഉള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടം. ബൈ ദ വേ താങ്ക്സ്, എനിക്ക് എൻ്റെ അമ്മയും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. ഓക്കെ, നീ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെന്താ ഒരുമാതിരി അമ്മൂമ്മമാരോട് സംസാരിക്കുന്നേ? അതിന് സൈക്കോളജിസ്റ്റ്, നിനക്ക് അങ്ങനെ തോന്നിയോ? അല്ല, അതൊക്കെ പോട്ടെ. നീ നിന്റെ ഗ്രാൻഡ് പേരൻസിനൊക്കെ മീറ്റ് ചെയ്യാറുണ്ടോ? റീസെൻ്റ്ലി ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. കുറേ നാൾ മുമ്പൊക്കെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിന്റെ അഭിപ്രായത്തിൽ നിന്റെ ഗ്രാൻഡ് പേരൻസ് എങ്ങനെയാണ്? അല്ല, അത് പിന്നെ അച്ഛനെ പോലൊക്കെ തന്നെ. ഇത്തിരി ഓൾഡ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുമാതിരി വലിച്ചു വാരി സംസാരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഒരുമാതിരിയൊക്കെ തന്നെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസുമായിട്ട് എങ്ങനെയാണ്? അവരെ എന്താ വിളിക്കുക? ഗ്രാൻഡ് പാ അങ്ങനെയൊക്കെയാണോ? അതിന് സൈക്കോളജിസ്റ്റ്, ഞാൻ എൻ്റെ ഗ്രാൻഡ് പായെ പോപ്പ് എന്നാണ് വിളിക്കുക. ശരിക്കും ഗ്രാൻഡ് പായായിട്ട് അത്ര നല്ല കണക്ഷൻ ഉണ്ട്? വൈ നോട്ട്? ശരി, അതൊക്കെ പോട്ടെ ജേമി, നമുക്ക് നിന്റെ ഫാമിലിയെ പറ്റി സംസാരിക്കാം. നിന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും രണ്ടാളും ഒരുപോലൊക്കെയാണെന്ന് നീ പറഞ്ഞു. എങ്ങനെയാണ് അവര്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ചെക്കൻ ഒറ്റ വാക്കിൽ അവർ രണ്ടുപേരും ആണുങ്ങളാണ് എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ചത് മെൻ, മസ്കുലിനിറ്റി, മെയിൽ സ്വഭാവം, മെയിൽ ഈഗോ, ഈ വക കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടുള്ളവരാണെന്ന്. സോ ജേമി ഉദ്ദേശിച്ചത് നിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ സ്പോർട്സ് ഇഷ്ടമാണ്, പബ്ബിലൊക്കെ പോകാറുണ്ട്, എല്ലാ കാര്യവും ലീഡ് ചെയ്യാൻ നല്ല ടാലന്റഡ് ആണ്, ഇതൊക്കെയല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ്, ബട്ട് എൻ്റെ അച്ഛൻ പബ്ബിൽ പോകാറില്ല. ഓക്കെ. അല്ല, മസ്കുലിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിനക്ക് എന്താ ഓർമ്മ വരുന്നേ? ഉടൻ ജേമി, വെയിറ്റ്, നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നേ? നേരത്തെ വന്നപ്പോൾ ഒക്കെ എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഇങ്ങനെ എന്നെ ട്രിക്ക് ചെയ്യാൻ ശ്രമിക്കുവാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ അച്ഛൻ ഓക്കെ ആണോ? ജേമി, ഒരു പ്രശ്നമില്ല, നിന്റെ അച്ഛൻ ഓക്കെ ആണ്. ഓക്കെ, ഈ മസ്കുലിൻ ഈ ടോപ്പിക്സിലൊക്കെ ഉള്ള നിന്റെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, സോ പറയൂ, എങ്ങനെയാണ് നിന്റെ അച്ഛൻ, മുത്തച്ഛൻ? എന്നാൽ ജേമി, വെയിറ്റ്, നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ ഇവിടെ വന്നത്? എന്നെപ്പറ്റി റിപ്പോർട്ടൊക്കെ എഴുതുന്നുണ്ടല്ലോ, എന്താ എഴുതുന്നതെന്ന് എനിക്കത് കാണാൻ പറ്റുമോ? അത് പറ്റില്ല ജേമി, നീ പറഞ്ഞ പോലെ നിന്നെ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിന്നെപ്പറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതി അത് ജഡ്ജിന് കൊടുക്കണം. വേറൊന്നുമല്ല, നീ ചെയ്തിട്ടുള്ള ക്രൈമിനെ പറ്റി നീ എത്രമാത്രം അവെയർ ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെപ്പറ്റി, നിന്റെ അച്ഛനെ പറ്റി, അമ്മയെ പറ്റി, ചേച്ചിയെ പറ്റി ഒക്കെ ചോദിച്ചെന്നിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ നിന്നെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിക്കാമെന്നേ. ഇതൊക്കെ പോട്ടെ, തൽക്കാലം ഫാമിലിയെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല. എന്തിനാ നീ ആ പയ്യനുമായിട്ട് വഴക്കുണ്ടാക്കി? അവനെ തല്ലാനും മാത്രം എന്ത് പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടായേ? ജേമിയുടെ മറുപടി, അത് അവനാ പ്രശ്നം ഉണ്ടാക്കി. അവൻ ആദ്യം എന്നെ തല്ലിയേ. ആരാണ് തല്ലിയെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടു. എന്തിനു വേണ്ടിയാണ് തല്ലുണ്ടാക്കിയെന്നാ ചോദിച്ചേ. അതെന്തുവാ, ഞങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ. ഇതെല്ലാം ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കണോ? ഇനിയിപ്പോൾ ഇതിന്റെ പേരിലും എനിക്കെതിരെ കേസ് എടുക്കൂ? സൈക്കോളജിസ്റ്റ് അതേ എന്ന് പറഞ്ഞു. ഈ ഫെസിലിറ്റിയിലുള്ള സമയത്ത് ഇവൻ വഴക്കുണ്ടാക്കാൻ പോയത് എന്തായാലും ഇവനെ നെഗറ്റീവായിട്ടല്ലേ എഫക്റ്റ് ചെയ്യുള്ളൂ. മേ ബി ആ പയ്യൻ കംപ്ലൈൻറ്റ് ചെയ്താലോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള അധികാരികൾക്ക് സ്വയമേയോ കേസ് എടുക്കാൻ സാധിക്കും. ജേമി, നിനക്ക് ഈ വഴക്കിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. നിന്റെ അച്ഛൻ എങ്ങനെയാണ്? അച്ഛനെ പറ്റി പറ. അച്ഛൻ ഒരു പ്ലംബറാണ്. ഒരുപാട് സമയം വളരെ ബുദ്ധിമുട്ടി പണിയെടുക്കും. സംടൈംസ് തമാശയൊക്കെ പറയും, സംടൈംസ് വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെടും. ബട്ട് ഇതുവരെ എന്നെ അടിച്ചിട്ടൊന്നുമില്ല. എന്നെ മാത്രമല്ല, ആരെയും അച്ഛൻ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു ദിവസം ഒരു ഷെഡൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനും ചേച്ചിയും കുട്ടികളായിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിരി വന്നു. പിന്നെ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും മോളത്തെ മുറി പറഞ്ഞു വിട്ടപ്പോഴാണ് പ്രശ്നം സീരിയസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും എപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. വല്ലപ്പോഴും മാത്രമേ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാറുള്ളൂ. പിന്നെ അമ്മയ്ക്കറിയാം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്. അപ്പം നിന്റെ അച്ഛൻ ജോലി ചെയ്യാത്ത സമയത്തൊക്കെ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുക? വെറുതെ ഇരിക്കുമ്പോഴോ? ഫ്രീ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ലോൺ ബോൾസ് കാണും, സ്പോർട്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ. അച്ഛൻ്റെ കൂടെ നീയും സ്പോർട്സ് ഒക്കെ കാണാറുണ്ടോ? ഇല്ലില്ല, ഞാൻ അങ്ങനെ സ്പോർട്സ് ഒന്നും കാണാറില്ല. ബേസിക്കലി എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പോലും ഇൻവോൾവ് ആവുന്ന ഇഷ്ടമല്ല. PT പീരീഡ് പോലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക പതിവ്. ബട്ട് സ്റ്റിൽ അച്ഛൻ എന്നെ ഫുട്ബോൾ കളിക്കാനൊക്കെ വിടാറുണ്ട്. എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരും. അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷനൊന്നും എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയാൽ ഒരുമാതിരി ദേഷ്യപ്പെട്ട് എന്നെ ശ്രദ്ധിക്കാതെ കുറച്ച് വിയേർഡായിട്ട് അങ്ങനെയൊക്കെ പെരുമാറും. ഞാൻ നന്നായിട്ട് കളിക്കാത്തത് ഒരുപക്ഷെ അച്ഛന് നാണക്കേടായിരിക്കാം. ഇതെല്ലാം കേട്ടിട്ട് സൈക്കോളജിസ്റ്റ്, നിന്റെ അച്ഛൻ അങ്ങനെ നാണക്കെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിനക്ക് എങ്ങനെ ഉണ്ടാവും? ഉടനെ ജേമി, അല്ല നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളെന്നെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്? അല്ല ജേമി, ഇതൊക്കെ നോർമലാണ്. സ്പോർട്സിൽ നീ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നില്ല, ഒരുപാട് കുട്ടികളുണ്ടല്ലോ അങ്ങനെ. എനിക്കും സ്പോർട്സിലൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ വളരെ വേസ്റ്റ് ആയിരുന്നു.
ആയിരുന്നു. അതിന് ജേമി പറയുന്നത് അവിടെ സൈക്കോളജിസ്റ്റ് സ്പോർട്സിൽ വേസ്റ്റ് ആയിരുന്നെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇവർ അടിപൊളിയായിരുന്നിരിക്കുമെന്നാണ്. ഇവരെ കാണാൻ തന്നെ നല്ല ലുക്കാണ്, അടിപൊളിയാണ്. സോ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ഈ പുള്ളിക്കാരി അടിപൊളിയായിരിക്കും എന്നാണ് ചെക്കൻ പറയുന്നത്. അവൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഈ പയ്യന് യാതൊരു കഴിവുമില്ലെന്നാണ് ഇവൻ തന്നെ വിചാരിക്കുന്നത്. കാരണം സ്കൂളിൽ കുട്ടികളൊക്കെ ഇവനെ കളിയാക്കും, ബുള്ളി ചെയ്യും. ഇവനെ മാത്രമല്ല, ഇവന്റെ സുഹൃത്തുക്കൾ ടോമിയെയും റയാനെയും പോലും വളരെ മോശമായിട്ടാണ് മറ്റു കുട്ടികൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എങ്ങനെയും തന്നെ ഈ സ്ഥലത്തുനിന്ന് പുറത്തെത്തിക്കാൻ പറ്റുമെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വക കാര്യങ്ങളിലൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, റിപ്പോർട്ട് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞതും ജേമി വല്ലാണ്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. അതങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ, ഇവിടുത്തെ പിള്ളേരൊന്നും ശരിയല്ല, എല്ലാവരും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് റേസ് ആവുന്നുണ്ട്. ജേമി മര്യാദയ്ക്ക് വിട്ടിരിക്കുക, പറയുന്ന കേക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെക്കൻ പിന്നെയും റേസായി. അവന് കഴിക്കാനും കുടിക്കാനും കൊണ്ട് കൊടുത്തതെല്ലാം തട്ടിക്കളഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് പ്രശ്നം ഉണ്ടാക്കി. ശരിക്കും നമ്മുടെ സൈക്കോളജിസ്റ്റ് അങ്ങ് പേടിച്ചു പോയി. പുള്ളിക്കാരി ഇങ്ങനെ വരണ്ടിരിക്കുമ്പോൾ ഗാർഡ് അങ്ങോട്ട് കയറി വന്ന് ജേമിയെ സമാധാനപ്പെടുത്തി. ജേമി സമാധാനപ്പെട്ടെങ്കിലും സൈക്കോളജിസ്റ്റ് ഒരുമാതിരി അങ്ങ് പേടിച്ചിരുന്നു. പുള്ളിക്കാരി ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നുണ്ട്. ജസ്റ്റ് പുറത്ത് പോയി തൊട്ട് മുമ്പ് ഈ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ CCTVയിലൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ജേമി റിയാക്ട് ചെയ്തതും അവന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് പിന്നെയും ജേമിയുടെ അടുത്ത് വന്നു. ബ്രേക്ക് എടുക്കാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ ജേമി പുള്ളിക്കാരിയോട് ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടെ എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ടെൻഷനിലായതുകൊണ്ട് പുള്ളിക്കാരി അത് ശ്രദ്ധിച്ചില്ല. ഹോട്ട് ചോക്ലേറ്റ് എടുക്കാതാണ് വന്നതെന്ന് മനസ്സിലാക്കിയതും വീണ്ടും ഹോട്ട് ചോക്ലേറ്റ് എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ ജേമി അവളെ തടഞ്ഞു. അത് പിന്നെ വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടല്ലോ, ഐ ആം റിയലി സോറി, പെട്ടെന്ന് അങ്ങനെ പറ്റിപ്പോയി, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ഇനി ഹോട്ട് ചോക്ലേറ്റ് എടുക്കാൻ പുറത്ത് പോകണ്ട. കുട്ടിയാണെങ്കിലും ചെയ്തത് തെറ്റാണെന്നുള്ള റിയലൈസേഷനൊക്കെ ഉണ്ട്. ഒരു 7 മാസങ്ങൾക്ക് മുമ്പത്തേൻ്റെ തൊട്ട് കുറ്റം ചെയ്തെങ്കിലും അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയൊക്കെ മാറിയിട്ടുണ്ട്. തെറ്റ് ചെയ്തത് സമ്മതിക്കാനുള്ള മൈൻഡ് സെറ്റ് ഒക്കെ കാണിക്കുന്നത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആയിട്ട് പറയാം. സോ ജേമി, നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെന്നുള്ള കാര്യം അറിയാം. എൻ്റെ ചോദ്യം, നിനക്ക് ഗേൾ ഫ്രണ്ട് വേണോ എന്ന് ആഗ്രഹമുണ്ടോ? ജേമിയും ഏതാണെന്നാണ് അങ്ങനെ ആഗ്രഹമില്ലാത്തതെന്ന് തിരിച്ചു ചോദിക്കും. ഓക്കെ, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക, അങ്ങനെയെങ്കിൽ നീ അവളുടെ കൂടെ എന്തൊക്കെ ചെയ്യും? അത് പുറത്തൊക്കെ പോവും, സിനിമയ്ക്കൊക്കെ പോവും. ഏത് ടൈപ്പ് സിനിമയ്ക്ക്? എനിക്ക് കൂടുതൽ ഹൊററാണ് ഇഷ്ടം. PG-15 മൂവീസ്. ഞങ്ങൾക്ക് അത്രയും പ്രായമില്ലെങ്കിലും അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയി, സിനിമ കണ്ടു, പുറത്തു വന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? നേരിട്ട് വീട്ടിൽ പോവോ അതോ അവളെ കിസ് ചെയ്യാൻ തോന്നുവോ? ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ ജേമി, അല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിയമവിരുദ്ധമല്ലേ? ഇതൊക്കെ എന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അതെന്താ ജേമി ഇതൊന്നും ചോദിക്കാൻ പാടില്ലെന്ന്? നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യത്തില്ലേ? ഇതൊക്കെ പഠിക്കേണ്ട കുട്ടികളല്ലേ നിങ്ങൾ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല? ശരി പോട്ടെ, നിന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി എങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് സെക്സ്വലി ഡീൽ ചെയ്യണമെന്നാണ് നീ കരുതുന്നത്? ഈ വക ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജേമി വല്ലാണ്ട് അൺകംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിലും ഉത്തരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവൻ ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് സൈക്കോളജിസ്റ്റിന് അറിയാലോ. അത് പിന്നെ ടച്ചിങ്, കിസ്സിങ് അങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ട് പറ ജേമി, എവിടെ ടച്ച് ചെയ്യും? പയ്യനും അവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ടച്ച് ചെയ്യാം, കിസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പോരാത്തതിന് ഒരു പെൺകുട്ടിയുമായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നും രണ്ടുപേർക്കും അതൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്നുമാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇവന്റെ മുഖത്തൊരു പേടി, ആശങ്ക, ഒരു വയ്യാഴിക ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളവാന്നേ. ജേമി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പ്രകാരം ഈ പ്രായത്തിൽ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അതൊരു കഴിവുകേടാണെന്നാണ്. ഇവന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടായിരിക്കുമോ എന്നൊരു ചിന്ത. ഇൻസൽ തോട്ട്. മറ്റു കുട്ടികൾ ഇവനെ ഇൻസൽ എന്ന് വിളിച്ച് കളിയാക്കുന്നത് ഇവന് ഒട്ടും ഇഷ്ടമല്ല. ഒരു കുട്ടിക്കും ഇഷ്ടപ്പെടത്തില്ല. കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു ഇൻസെക്യൂരിറ്റി, ഇതിനൊന്നും തങ്ങളെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നുള്ള തോന്നൽ കാരണം ഉണ്ടാകുന്ന നാണക്കേട്, അങ്ങനെയൊക്കെ ചെയ്യാത്തത് കഴിവുകേടാണെന്നുള്ള തോന്നൽ, ഇതൊക്കെ ഒരുപാടുണ്ട് ജേമിക്ക്. കള്ളം പറയാത്ത സത്യം പറയാൻ പറഞ്ഞപ്പോൾ ജേമി പറയുന്നത് അവന്റെ കൂടെ പഠിക്കുന്ന 2 കുട്ടികളെ ഡ്രസ്സ് ഇല്ലാതെ അവൻ കണ്ടിട്ടുണ്ടെന്നാണ്. ടോപ്ലെസ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന്. സ്നാപ്ചാറ്റിലൂടെ ഇവരുടെ ക്ലാസ്സിലുള്ള 2 കുട്ടികളുടെ ഇങ്ങനെയുള്ള ഫോട്ടോസ് കുട്ടികൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരാൾ കേറ്റിയാണെന്ന് സൈക്കോളജിസ്റ്റിന് ഗസ് ചെയ്യാൻ പറ്റി. ആ ഫോട്ടോസ് കണ്ടപ്പോൾ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് പരിചയമുള്ള 2 പെൺകുട്ടികളെ അങ്ങനെ കാണാൻ പറ്റി. അത് നിനക്ക് പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ വിയർഡായിട്ട് ഫീൽ ചെയ്തോ? എന്തായിരുന്നു നിന്റെ ഒരു തോന്നൽ? ഇതിനൊക്കെ ഉത്തരം പറയാൻ ജേമി നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അവൻ എൻജോയ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ആ സമയത്ത് അവന് തോന്നിയ ഫീലിംഗ്സ് ഒക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ജേമിക്ക് കേറ്റി ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ ഇല്ല, അവൾ എൻ്റെ ടൈപ്പ് ഗേൾ അല്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. കേറ്റിക്ക് സ്കൂളിലുള്ള ഫിഡ്ജറ്റ് എന്നൊരു പയ്യനെ ഇഷ്ടമാണ്. ആ പയ്യനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കേറ്റി അവളുടെ ടോപ്ലെസ് ആയിട്ടുള്ള ഫോട്ടോ ആ പയ്യന് മാത്രം അയച്ചു കൊടുത്തു. എന്നാൽ ഫിഡ്ജറ്റ് ഇത് ക്ലാസ്സിലുള്ള പിള്ളേർക്ക് എല്ലാവർക്കും അയച്ചു. അവൻ എല്ലാവർക്കും അയക്കാൻ പോയതുകൊണ്ട് ഇനിയിപ്പോൾ അവന് ഫോട്ടോസ് ഒന്നും കിട്ടത്തില്ലല്ലോ. മണ്ടനാവൻ. അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ പെൺപിള്ളേരുടെയും ഫോട്ടോസ് അവൻ ഒപ്പിക്കായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിഡ്ജറ്റ് അവരുടെ 2 ഫോട്ടോസ് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഗേൾസിന്റെയും ഫോട്ടോസ് ഒപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നേ? അതെനിക്കറിയില്ല. ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ചിന്തിച്ചു. ശരി അത് വിട്. നിനക്ക് ഗേൾസിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഗേൾസ് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിനൊറ്റ വാക്കിൽ തന്നെ ജേമി ഓഫ് കോഴ്സ് നോട്ടെന്ന് മറുപടി പറഞ്ഞു. കാരണം ഇവനെ തന്നെ ഒരു വിലയില്ലെന്നേ. ഇവൻ ചിന്തിച്ചു വെച്ചേക്കുന്നത് ഇവനാണ് ആ ക്ലാസ്സിലുള്ള ഏറ്റവും അഗ്ലിയസ്റ്റ് പേഴ്സൺ ആണ്. ഗേൾസിന് ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റീസ് ഒന്നും ഇവനില്ലെന്നാണ് ഇവൻ പറയുന്നത്. അതെന്താ ജേമി അങ്ങനെ ചിന്തിക്കാൻ കാരണം? നീയാണ് അഗ്ലിയസ്റ്റ് പേഴ്സൺ എന്ന് പറയാനുള്ള റീസൺ എന്താ? ആരെങ്കിലും നിന്നോട് അങ്ങനെ പറഞ്ഞോ? നിനക്ക് അങ്ങനെ വേസ്റ്റ് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? വീണ്ടും ജേമി ടെൻഷനായി ഒരുമാതിരി അങ്ങ് ദേഷ്യപ്പെട്ട് ചാടി എണീറ്റ് കസേരയൊക്കെ ചവിട്ടി കളയുന്നുണ്ട്. ജേമി കൺട്രോൾ യുവർ സെൽഫ്, മര്യാദയ്ക്ക് അവിടെ പോയിരിക്കുക. എന്നാലും ചെക്കൻ സൈക്കോളജിസ്റ്റിനെ ഒന്ന് വരട്ടിയിട്ട് എഫ് വേർഡ് കുറേ തവണ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയും. അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ് അവൻ. അവനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഒരുപാട് കളിയാക്കലുകൾ
കുട്ടികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോൾ അവൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഇത്രയും മോശമായിട്ട് അവനോട് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബാഡ് ആയിട്ടായിരിക്കും അവൻ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ബുള്ളിങ്, റാഗിങ് ഒക്കെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. കളിയാക്കുന്നവരോടുള്ള പ്രതികാര മനോഭാവം അത് പോയി അവരെ കൊല്ലുന്നത് വരെ എത്തും. സൈക്കോളജിസ്റ്റ് വീണ്ടും ജേമിയെ സമാധാനിപ്പിച്ചു. ജേമിക്കും അവൻ്റെ സുഹൃത്തുക്കളായിരുന്ന റയാനും ടോമിക്കും ഒക്കെ ഒത്തിരി ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഇവൻ മുന്നേ തന്നെ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ അവർക്ക് തോന്നുന്ന പേരുകളിൽ ഇവരെ ഇങ്ങനെ വിളിക്കുമായിരുന്നു, ഇരട്ട പേരുകൾ വിളിക്കുമായിരുന്നു. മാത്രമല്ല ഇവരുടെ മേൽ തുപ്പി വെക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ക്ലാസ് മുഴുവൻ കുറച്ച് പിള്ളേരെ ഒറ്റപ്പെടുത്തി അവരെ ഒരുമാതിരി അങ്ങ് കളിയാക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും ക്ലാസ് റൂമിനുള്ളിൽ മാത്രം നിന്നില്ല, സോഷ്യൽ മീഡിയയിലും ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തു. എന്തിനാണ് 13 വയസ്സ് പ്രായമുള്ള ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടെന്ന് ചോദിച്ചപ്പോൾ അതെന്താ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണ്ടേ? എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അക്കൗണ്ട് ഉണ്ടല്ലോ, അവരുടെ അക്കൗണ്ട് കാണണമെങ്കിലും അവരുടെ പോസ്റ്റ് കാണണമെങ്കിലും ഒക്കെ എനിക്ക് അക്കൗണ്ട് വേണം, എനിക്കും വേണം, അവർക്ക് വേണമെങ്കിൽ എനിക്കും വേണം എന്നാണ് ജേമി പറയുന്നത്. സ്വാഭാവികമാണ്, ഇവൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അവനും ആഗ്രഹം തോന്നും. ഇവൻ്റെ ഇൻസ്റ്റ പോസ്റ്റുകളിലെ കേറ്റിയുടെ കമൻസ് ഒക്കെ ഇവന് കാണിച്ചു കൊടുത്ത്, ദേ നോക്ക് നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കമൻസ് നോക്ക് എന്നിങ്ങനെ സൈക്കോളജിസ്റ്റ് പറഞ്ഞപ്പോൾ എന്ത് ഫേസ്ബുക്കോ, ഇത് ഇൻസ്റ്റയല്ലേ? ഓ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പേടിച്ചിരിക്കുമല്ലേ. ഞാൻ നേരത്തെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആകെ പേടിച്ചു പോയി. എനിക്ക് 13 വയസ്സല്ലേ ഉള്ളൂ, നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സൈക്കോളജിസ്റ്റ് ഇവൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ നിന്റെ ഇൻസ്റ്റാ പോസ്റ്റിന് താഴെ അവൾ ഇട്ടിരിക്കുന്ന കമൻസ് കണ്ടില്ലേ, ഇതൊക്കെ എന്താ അർത്ഥമാക്കുന്നേ? ഇതിൻ്റെയൊക്കെ മീനിങ് എന്താ? അത് ഞാൻ ട്രൂത്ത് ഗ്രൂപ്പിലുണ്ടെന്ന് കരുതി അവൾ അങ്ങനെ ഓരോന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂത്ത് ഗ്രൂപ്പോ? അതെന്താ സംഭവം? ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജീസ്, അതായത് വുമണിന് നമ്മളെ വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കരുത്, വി ഡോണ്ട് കെയർ എന്നൊക്കെ പറയുന്ന മസ്കുലിൻ ഇൻസൽ പീപ്പിൾസ്, അങ്ങനെയൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. സോ അവൾ നിന്നെ ഇൻസൽ എന്ന് വിളിച്ച് കളിയാക്കി, അതല്ലേ സംഭവം? യെസ്, ഇൻസൽ എന്ന് പറഞ്ഞ്, അതായത് എനിക്ക് ലവ് വേണം പക്ഷേ എനിക്കത് കിട്ടുന്നില്ല. ആൻഡ് 80-20 റൂൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. 80% വുമണും 20% മെയിലാണ് അട്രാക്ട് ആവുന്നത്. ബാലൻസ് മെൻ എല്ലാം ഇൻസൽ ആണെന്ന് പറഞ്ഞ് അവർ കളിയാക്കും. കേറ്റി നിന്നെ ഇങ്ങനെ കളിയാക്കുന്നതിനെ പറ്റി നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ആളൊന്നുമല്ല, ഇങ്ങനെ കളിയാക്കരുതെന്ന് അവളോട് പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവൾ എന്നെ നോക്കി ഒരുമാതിരി കളിയാക്കി ചിരിച്ചിട്ട് മാറിപ്പോയി. അന്ന് അവളുടെ ഫോട്ടോ ലീക്കായപ്പോൾ എല്ലാവരും അവളെ കളിയാക്കിയായിരുന്നു. അവൾക്ക് ചെസ്റ്റ് ഒന്നുമില്ല, അവൾ ഫ്ലാറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ അവളെ കളിയാക്കി. ബട്ട് ഞാൻ എന്താ ചെയ്തെന്നറിയോ? അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ കരുതിയത് അവൾ ആകെ അങ്ങനെ വീക്കായിരിക്കുന്ന സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്താൽ അവൾ എന്നെ ഇഷ്ടപ്പെടുമെന്നാണ്, എന്നോടുള്ള ദേഷ്യമൊക്കെ മറക്കുമെന്ന് കരുതി. ബട്ട് അവൾ പിന്നെയും കളിയാക്കുകയാണ് ചെയ്തത്. എഗെയിൻ ഇങ്ങനെയുള്ള കമൻസ് ഇട്ടു. അന്ന് രാത്രി വേണമെങ്കിൽ എനിക്ക് കത്തിയൊക്കെ കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അവളെ എന്ത് വേണം ചെയ്യായിരുന്നു. അവളുടെ ഡ്രസ്സ് അഴിപ്പിച്ച് അവളുടെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യായിരുന്നു. ബട്ട് ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ. നിർത്ത് ജേമി, നിനക്ക് മരണം എന്താണെന്നറിയോ? അവൾ എന്തൊക്കെ ചെയ്താലും അവൾക്ക് ജീവിക്കാനുള്ള അവസരം ഇല്ലാണ്ടാക്കുകയാണ് നീ ചെയ്തത്. കൊലപാതകം ഒരു ക്രൈമാണെന്ന് നിനക്കറിയാലോ. നീയാണ് ആ കൊലപാതകം ചെയ്തതെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ നീ ജയിലിൽ കിടക്കും. ഇതൊക്കെ ജേമിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതുവരെയും ഇവനാണ് കേറ്റിയെ കൊന്നതെന്ന് ഇവനായിട്ട് സമ്മതിച്ചിട്ടില്ല. പോലീസിന് ഇതൊരു കൊലപാതകമാണെന്ന് പൂർണ്ണമായിട്ടും പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജേമി യൂസ് ചെയ്ത കത്തി കിട്ടണം, അവൻ അന്ന് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ് ഒക്കെ കിട്ടണം. അല്ലാത്ത പക്ഷം ഇവന്റെ മുഖം ക്യാമറയിൽ ക്ലിയർ അല്ലാത്ത സ്ഥിതിക്ക് ഇവന് വാദിക്കാൻ പറ്റും. ഈ കേസ് ഇത്ര വീക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അവളെ കൊന്നത് താനല്ലെന്നാണ് ജേമി പറയുന്നത്. ഓക്കെ ജേമി, നമ്മുടെ സെഷൻ കഴിഞ്ഞു. ഇനി ഞാൻ നിന്നോട് സംസാരിക്കാൻ വരത്തില്ല. എൻ്റെ റിപ്പോർട്ട് ഞാൻ ജഡ്ജിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തോളാം. നിനക്കിപ്പോൾ പോവാം. വെയിറ്റ്, വാട്ട്? നിങ്ങളിനി വരത്തില്ല? എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണോ? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ? വെയിറ്റ് പോകല്ലേ, ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നോ? അതിന് സൈക്കോളജിസ്റ്റ് പറയുന്നത്, ഞാനൊരു പ്രൊഫഷണലായിട്ടല്ലേ ജേമി ഇവിടെ വന്നത്, നിന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. ബട്ട് വെയിറ്റ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കുറച്ചുപോലും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ആ റിപ്പോർട്ടിൽ അങ്ങനെയാണോ എഴുതാൻ പോകുന്നത്? എന്നെ ഒട്ടും ഇഷ്ടമല്ല, എന്നോട് പിന്നെ ചിരിച്ച് സംസാരിച്ചതൊക്കെ. എങ്ങനെയൊക്കെ പറഞ്ഞ് ജേമി ഒരുമാതിരി അങ്ങ് ബഹളം വെക്കുമ്പോൾ ഗാർഡ് അവനെ പിടിച്ചു മാറ്റി. പാവം സൈക്കോളജിസ്റ്റ്, ചെക്കൻ ഇങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ ഇവർ ഒരുമാതിരി അങ്ങ് പേടിച്ചിരിക്കുമായിരുന്നു. ദേവരുടെ കണ്ണീന്ന് വെള്ളം വരുന്നൊക്കെ കണ്ടില്ലേ? ജേമിയുടെ സൈഡിൽ ചിന്തിക്കുമ്പോൾ അവൻ്റെ സൈഡിൽ അവൻ മാത്രമാണ് ശരി. ബട്ട് റിയാലിറ്റിയിൽ മറ്റുള്ളവരെ പറ്റി കൂടി ചിന്തിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവത്തില്ല.